ഓം ശാന്തി. പല തവണയായിട്ട് പല പരിപാടികളിലായിട്ട് മെഡിറ്റേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഒരുപാട് പേരായി എന്നോട് ചോദിക്കുന്നത് രാജയോഗ മെഡിറ്റേഷൻ എന്താണ് എന്ന് ഒരു വീഡിയോ ചെയ്തു തരുമോ എന്ന്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് രാജയോഗ മെഡിറ്റേഷൻ എന്താണ് എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞുതരാൻ ആഗ്രഹിക്കുന്നത്. വാസ്തവത്തിൽ യോഗ എന്ന ശബ്ദം ആരംഭിക്കുന്നത് സംസ്കൃത ശബ്ദമായിരിക്കുന്ന യുജ് എന്ന ധാതുവിൽ നിന്നാണ്. യുജ് എന്ന് വെച്ചാൽ അർത്ഥം ബന്ധം അഥവാ കണക്ഷൻ, ലിങ്ക് എന്നൊക്കെയാണ് അർത്ഥം. രാജയോഗ എന്ന് വെച്ചാൽ അർത്ഥം യോഗങ്ങളിൽ രാജ എന്ന് തന്നെയാണ് അർത്ഥം. ലോകത്ത് പലവിധ യോഗങ്ങളുണ്ട്. കർമ്മയോഗ, സന്യാസയോഗ, ബുദ്ധിയോഗ, സമത്വയോഗ, ഹഠയോഗ, ജ്ഞാനയോഗ, ഭക്തിയോഗ, അങ്ങനെയുള്ള നിരവധി യോഗകൾ ലോകത്തുണ്ട്. എന്നാൽ ഈ എല്ലാ യോഗങ്ങളുടെയും പ്രിൻസിപ്പിൾ ഒത്തുചേർന്നുകൊണ്ട് വളരെ സിമ്പിളായിരിക്കുന്ന രീതിയിൽ സാധാരണക്കാരന് കുടുംബത്തിലിരുന്നു കൊണ്ട് ഏറ്റവും ബിസി ഷെഡ്യൂളുള്ള ആൾക്കും ഏറ്റവും ചെറിയ കുട്ടിക്കും വയസ്സായ എണീക്കാൻ വയ്യാതായി ബെഡിൽ കിടക്കുന്ന പേഷ്യൻറ്റിനും ആർക്കും ചെയ്യാവുന്ന രീതിയിൽ അത്ര സരളമായിരിക്കുന്നൊരു വിധിയിലൂടെ സ്വയം പരമാത്മ പഠിപ്പിച്ചതായിരിക്കുന്ന ഒരു മെഡിറ്റേഷൻ്റെ പദ്ധതിയാണ് രാജയോഗ മെഡിറ്റേഷൻ. യോഗ എന്ന് വെച്ചാൽ അർത്ഥം ബന്ധം. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഇവിടെ ഒരു ബന്ധമാണ് നമ്മൾ സ്ഥാപിക്കുന്നത്. പക്ഷേ മനുഷ്യന്മാരുമായിട്ടുള്ള ബന്ധമല്ല, സ്വയം പരമാത്മാവായിട്ട് ഭഗവാനുമായിട്ടുള്ള ബന്ധമാണെന്ന് മാത്രം. ഈ യോഗം നമുക്ക് സംഭവിയാക്കണം എന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് കാര്യങ്ങൾ അനിവാര്യമാണ്. യോഗ എന്നൊരു കാര്യം ചേർത്തും ഒരു കൂടിച്ചേരൽ അഥവാ ഒന്നിക്കൽ, കൂടിക്കാണൽ, ഇങ്ങനെ ഒരു കാര്യം നടക്കണമെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ വേണം. ആ മിനിമം ആയിരിക്കുന്ന രണ്ട്, ഒന്ന് ഞാൻ ജീവാത്മ, മറ്റൊന്ന് പരമാത്മ. ഈ രണ്ട് പേരുടെയും കൂടിക്കാണൽ, സ്നേഹം കൊണ്ടുള്ള ഒന്നിക്കൽ, ഇത് തന്നെയാണ് രാജയോഗം. ആ രാജയോഗം സംഭവ്യമാകണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ആവശ്യം ഞാൻ ആര് എന്നതായിട്ടുള്ള തിരിച്ചറിവാണ്. ഈ കാണുന്നതായിരിക്കുന്ന ദേഹം, നമ്മളെല്ലാവരും ഞാൻ എന്ന് പറയുമ്പോൾ ഓർക്കുന്ന നമ്മുടെ ബാഹ്യരൂപം, ഇത് വിനാശിയായ ഒന്നാണ്. പഞ്ചതത്വങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒന്ന്. നമ്മൾ കടൽ തീരത്ത് പോയിട്ട് ഒരു പിടി മണലെടുത്ത് കയ്യിൽ നന്നായി മുറുക്കെ പിടിച്ചിരിക്കുമ്പോൾ ആ മണലിൻ്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൻ്റെ ആ കൈപ്പിടിയുടെ ഷേപ്പ് എന്തോ അതായിരിക്കും മണലിൻ്റെ ഷേപ്പ്. കൈ വിട്ടാലോ ആ മണലെല്ലാം ഊർന്ന് താഴേക്ക് വീഴുകയാണ്. അതുപോലെ തന്നെ ആത്മാവാകുന്ന ചൈതന്യത്താൽ പഞ്ചഭൂതങ്ങളാകുന്ന ആകാശം, ജലം, വായു, ഭൂമി, അഗ്നി എന്നുള്ളതായിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ അഥവാ പഞ്ചതത്വങ്ങൾ കൂട്ടിയിണക്കി ഉണ്ടാക്കിയ ഒരു തത്വമാണ്, രൂപമാണ് നമ്മൾ ഈ കാണുന്നതായിരിക്കുന്ന ദേഹം. ഇത് നശിച്ചു പോകുന്ന ഒന്നാണ്. ആത്മ ഈ ദേഹത്തിലുള്ളിടത്തോളം കാലം, ഇനി ഈവൻ ഒരു ഭാഗം ചീഞ്ഞ് പഴുത്തുപോയാൽ പോലും ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആകൃതി നഷ്ടാവില്ല. അതേസമയം ആത്മ ഈ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഏതാനും മിനിറ്റുകൾ കൊണ്ട്, ഇനി ഈവൻ എത്ര തന്നെ ആരോഗ്യവാനായിട്ടുള്ള ആളായിക്കോട്ടെ, ഏതാനും മിനിറ്റ് കൊണ്ട് മണിക്കൂർ കൊണ്ട് ഈ ദേഹം അങ്ങ് അഴുകാൻ തുടങ്ങും, ദ്രവിക്കാൻ തുടങ്ങും. എന്നുവെച്ചാൽ അർത്ഥം ഇതിനെ കൂട്ടിപ്പിടിക്കുന്ന ചൈതന്യം അതിന്ന് പോയി, അത് നശിക്കുന്നു. ഇത് കൂട്ടിപ്പിടിക്കാനുള്ളതായിട്ടുള്ള ചൈതന്യമായിട്ടുള്ള ശക്തി എന്തോ അത് ഈ ദേഹം ഉണ്ടെങ്കിൽ ഈ കർമ്മക്ഷേത്രത്തിൽ പ്രവർത്തിക്കാൻ യോഗ്യമാണ്. ദേഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ഐഡൻറ്റിറ്റിയിൽ അതിസൂക്ഷ്മമായിരിക്കുന്ന ചൈതന്യ പ്രകാശ സ്വരൂപത്തിൽ ഈ ദേഹത്തിൻ്റെ ചൈതന്യം, ഈ ദേഹത്തിൻ്റെ ശക്തി, ഈ ദേഹത്തിൻ്റെ പ്രവർത്തിക്കാനുള്ളതായിട്ടുള്ള കഴിവ്, ഇതെല്ലാം ഞാൻ ആത്മാവാണ്. അല്ലാതെ ഈ ശരീരത്തിന് ഇതൊന്നും ചെയ്യാനുള്ള ശക്തിയില്ല. നമുക്ക് ഒരു പാറ പൊട്ടിക്കണമെങ്കിൽ സ്വന്തം കൈ കൊണ്ടടിച്ചാരും പാറ പൊട്ടിക്കാറില്ല. ഒരു ചുറ്റിക കൊണ്ടടിക്കുകയാണെങ്കിൽ പാറ നമുക്ക് പൊട്ടിക്കാം. ആ ചുറ്റികയ്ക്ക് സ്വയം പോയിട്ട് പാറ പൊട്ടിക്കാനാവില്ല. ആ ചുറ്റിക പിടിച്ചടിച്ചാൽ ഒരാൾക്ക് വേണമെങ്കിൽ പാറ പൊട്ടിക്കാം. ഇൻ ദ സെയിം വേ ആത്മാവിന് ഒറ്റയ്ക്ക് ഈ ഭൂമിയിൽ അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ സാധ്യമല്ല. അതേസമയം ആത്മാവിന് ഇൻസ്ട്രുമെൻ്റായിരിക്കുന്ന ഈ ദേഹം ഉണ്ടെങ്കിലേ ഈ ലോകത്ത് കർമ്മം ചെയ്യാൻ സാധിക്കൂ. ഈ ദേഹത്തിന് അതിൻ്റെ മൂല്യമുണ്ട്. പക്ഷേ അതേസമയം ഇതിൽ അതിമൂല്യമായിരിക്കുന്ന അമൂല്യമായിരിക്കുന്ന ശക്തി ഏതാണ്, ചൈതന്യം ഏതാണ്, അത് നശിച്ചു പോവാത്ത ഞാൻ ആത്മാവാണ്. ഈ ആത്മാ അതിസൂക്ഷ്മമായിരിക്കുന്നൊരു പ്രകാശ നക്ഷത്രമാണ്. ആ പ്രകാശമാണ് ഈ ശരീരത്തിൻ്റെ ചൈതന്യമാവുന്നത്. ആ പ്രകാശം ഈ ശരീരത്തിൻ്റെ ഭ്രൂമധ്യത്തിൽ. അതുകൊണ്ടാണ് ഈശ്വരൻ്റെ മുന്നിൽ സ്വയം സമർപ്പിക്കുമ്പോൾ തല താഴ്ത്തി കാണിക്കുന്നു. ഭഗവാനെ ഓർത്തുകൊണ്ട് നമ്മൾ സ്തുതിക്കുന്ന സമയത്ത് ഭഗവാന്റെ മുഖത്തേക്ക് നോക്കുന്നു, കണ്ണടച്ച് ഈ കണ്ണുകൊണ്ട്. അതുകൊണ്ടാണ് എത്ര ദൂരം നമ്മൾ നടന്നു പോയിട്ട് ഭഗവാനെ കാണാൻ വേണ്ടി പോകുമ്പോൾ ശ്രീകോവിലിൻ്റെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ
നമ്മൾ കണ്ണടച്ചിട്ടാണ് പ്രാർത്ഥിക്കാറ്, കണ്ണ് തുറന്നിട്ടല്ല. എന്തുകൊണ്ടാണ്? ഈ കണ്ണുകൾ കൊണ്ട് ഭഗവാനെ കാണുന്നില്ല. നമ്മൾ ആത്മനേത്രം കൊണ്ടാണ് ഭഗവാനെ കാണുന്നത്. ആത്മാവാണ് ഭഗവാനെ കാണുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈ ദേഹത്തിലൂടെ യഥാർത്ഥമായിരിക്കുന്ന കാഴ്ച കാണുന്നതും ഈ കണ്ണുകളല്ല. സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കാഴ്ച സയൻസ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു വസ്തു, ഒരു ഒബ്ജക്റ്റ് നമ്മുടെ മുന്നിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിൽ തട്ടി പ്രകാശരശ്മികൾ പ്രതിഫലിച്ച് കണ്ണിൻ്റെ റെറ്റിനയിൽ വീഴുന്നു. ഇവിടുന്ന് നാഡീ സന്ദേശങ്ങൾ വഴി ഹൈപ്പോതലാമസിൻ്റെ ആരംഭ സ്ഥാനത്ത് പോയി അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മൾ കണ്ടു എന്ന് പറയുന്നത്. പറയാൻ ഇത്ര സമയമെടുത്തെങ്കിലും ഈ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റിൻ്റെ ഏതാനും ചെറിയ സമയം മാത്രം മതിയാവും, ഒരു സെക്കൻഡിൻ്റെ ഫ്രാക്ഷൻ മതിയാവും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തെങ്കിലും ആഴത്തിലുള്ള കാര്യം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ കൂടെ ആരെങ്കിലും കടന്നു പോയാൽ നമ്മൾ കാണാറുണ്ടോ? കണ്ടോ എന്ന് ചോദിച്ചാൽ ആ കണ്ടു, ആരോ പോയി നമുക്ക് മനസ്സിലാവും. പക്ഷേ ആരാന്ന് ചോദിച്ചാൽ ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ കണ്ടില്ല എന്ന് പറയണു. എന്ന് വെച്ചാൽ അർത്ഥം മുന്നിലൊരു വസ്തു കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രകാശരശ്മി നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയിൽ വീണിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് മെസ്സേജ് പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ സ്വീകരിക്കുന്ന ആൾ മറ്റൊരു മെസ്സേജ് സ്വീകരിക്കുകയായിരുന്നു, അതുകൊണ്ട് നമ്മൾ കണ്ടില്ല. എന്നുവെച്ചാൽ എന്താ അർത്ഥം? കാണുക എന്ന് വെച്ചാൽ അർത്ഥം ഈ കണ്ണിന് കാണാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇവിടെ ഇരിക്കുന്ന ആത്മ ഈ കണ്ണുപയോഗിച്ച് കാണുകയാണ്, ഇവിടെ ഇരിക്കുന്ന ആത്മ ഈ ചെവി ഉപയോഗിച്ച് കേൾക്കുകയാണ്, ഇവിടെ ഇരിക്കുന്ന ആത്മ ഈ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ദേഹത്തിലൂടെ പ്രവർത്തിക്കുകയാണ്. അതായത് ഈ ദേഹം എന്ന് പറയുന്നത് ഞാനല്ല, ഈ ദേഹത്തിലുള്ള ദേഹി. അതുകൊണ്ടാണ് ദഹിക്കുന്നത് ദേഹം, ദഹിക്കാത്തത് ദേഹി. ഈ ശരീരത്തിലുള്ള ചൈതന്യശക്തിയായ ഞാൻ ആത്മ. ആ ആത്മാവിനെ അതിസൂക്ഷ്മ പ്രകാശ ബിന്ദുവായിക്കൊണ്ട് നമ്മുടെ അകക്കണ്ണിലൂടെ കാണുക എന്നുള്ളതാണ് ധ്യാനത്തിൻ്റെ ആദ്യപടി അഥവാ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എവിടെ കാണണം? നമ്മൾ ആത്മാവിൻ്റെ സ്ഥാനം അക്യുറേറ്റ് ആയിട്ട് പറഞ്ഞാൽ ഇവിടെ നിന്നും രണ്ടും ഓരോ സൂചി ഇറക്കിയാൽ 90 ഡിഗ്രിയിൽ കൂട്ടിമുട്ടുന്ന സ്ഥാനം വരും. അതായത് ആജ്ഞാചക്രം എന്ന് പറയുന്ന സ്ഥാനം നമുക്ക് അവിടെ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ കാണിക്കുന്നു എന്ന് മാത്രം. ഒരു അതിസൂക്ഷ്മമായിരിക്കുന്ന പ്രകാശബിന്ദുവായിട്ട് നിങ്ങൾക്ക് എത്ര ഉള്ളിലേക്ക് കാണാൻ പറ്റുമോ അത്രയും ബെസ്റ്റ്. നിങ്ങൾക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ലേ? ഇവിടെ ഒരു അതിസൂക്ഷ്മമായ പ്രകാശ നക്ഷത്രം തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണുക. അത് കഴിഞ്ഞ ശേഷം ഇനി ഈശ്വരനായിട്ടുള്ള നമ്മുടെ ബന്ധം. അതുകൊണ്ട് ആദ്യം ഞാൻ എന്നെ അറിയണം. രണ്ടാമത്തെ കാര്യം, ഈശ്വരൻ ആരാണ്? പലരും എന്നോട് ചോദിച്ചിരുന്നു ഈശ്വരൻ ആരാണ് എന്ന് പറഞ്ഞു തരാമോ? അതിനും ഞാനൊന്ന് ഉത്തരം പറയുകയാണ്. ലോകത്ത് ഒരേ ഒരു പരമമായിട്ടുള്ള ശക്തിയുള്ളൂ. ഞാൻ 100 കണക്കിന് ആളുകളെ കാണുമ്പോൾ കുഞ്ഞു മക്കൾ മുതൽ മുത്തശ്ശന്മാർ വരെ എല്ലാ ആബാലവൃന്ദം ജനങ്ങളോട് ചോദിക്കുമ്പോഴും എല്ലാവർക്കും അറിയാവുന്ന പരമമായൊരു സത്യമാണ്, ഈ സൃഷ്ടിക്കാകെ ഒരു പരമമായിട്ടുള്ള ശക്തിയുള്ളൂ, ഒരു ഭഗവാനേ ഉള്ളൂ. എനിക്ക് വേറെ ദൈവം, ഇവർക്ക് വേറെ ദൈവം, ഇനി ഒരാൾക്ക് വേറെ ദൈവമില്ല. ഭഗവാനാകെ ഒന്നേ ഉള്ളൂ. ആ പരമമായിട്ടുള്ള ശക്തി ഒന്നേ ഉള്ളൂ. കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിന് ഇംഗ്ലീഷുകാരനോട് ചോദിച്ചാൽ പറയും ഇത് വാട്ടറാണെന്ന് പറയും. അതൊരു തമിഴിനോട് ചോദിച്ചാൽ പറയും തണ്ണിയാണെന്ന് പറയും. ഹിന്ദിക്കാരനോട് ചോദിച്ചാൽ പറയും പാനിയാണെന്ന് പറയും. മലയാളി പറയും അത് വെള്ളമാണ്. കുറച്ചൊരു ഇംഗ്ലീഷുകാരൻ കുട്ടിയും ഒരു തമിഴനും ഒരു മലയാളിയും ഒരു ഹിന്ദിക്കാരൻ കുട്ടികൾ നിന്നിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് തമിഴൻ പറയുകയാണ് ഇത് തണ്ണിയാന്ന് പറയുമ്പോൾ മലയാളി അല്ല വെള്ളം എന്ന് പറഞ്ഞിട്ട് അല്ല വെള്ളം അല്ല തണ്ണി അല്ല വെള്ളം അല്ല തണ്ണി എന്ന് പറഞ്ഞ് നിങ്ങൾ തല്ലുകൂടുന്ന് കണ്ടാൽ നിങ്ങൾ എന്താ പറയുക? ഈ കുട്ടികൾ എന്താ ഈ വിവരക്കേട് കളിക്കണമെന്ന് പറയും. ശരിയല്ലേ? ചിന്തിച്ചു നോക്കൂ. അതുപോലെ ആ പരമമായിട്ടുള്ള ശക്തി ഭഗവാൻ ഓരോരുത്തരും അവനവൻ്റെ ഭാഷയിൽ അവനവൻ്റെ ഭാവത്തിൽ ഓരോ പേരിട്ട് ഭഗവാനെ വിളിക്കുന്നു. പക്ഷേ ആ പരമമായിട്ടുള്ള ചൈതന്യം ഈ സൃഷ്ടിയിലെ സകല നന്മകൾക്കും ഉറവിടമായിരിക്കുന്നവൻ, ശാന്തിസാഗരനായവൻ, സ്നേഹസാഗരനായിരിക്കുന്നവൻ, ആനന്ദസാഗരനായിരിക്കുന്നവൻ, ഈ സൃഷ്ടിയിലെ സർവ്വജീവാത്മാക്കളോടും ചരാചരങ്ങളെയും സ്നേഹിക്കുന്ന, യാതൊരു പക്ഷഭേദവും ഒരു ജീവികളോടും കാണിക്കാത്ത ആ അനന്തമായിരിക്കുന്ന ആ ഒരു അനന്തമായ ശക്തികൾ നിറഞ്ഞ പ്രകാശ ചൈതന്യം, അതാണ് ഭഗവാൻ, ജ്യോതിസ്വരൂപനായ ഭഗവാൻ. ആ ഭഗവാന്റെ മക്കളാണ് നമ്മളും. ഭഗവാനും ഒരു പ്രകാശ ചൈതന്യമാണ്, ഞാൻ ആത്മാവും ആ പ്രകാശ ചൈതന്യമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ അകക്കണ്ണുകൊണ്ട് ആത്മ എൻ്റെ സ്വരൂപത്തെ ആദ്യം ദർശിച്ചുകൊണ്ട്, ഞാൻ ആത്മ ഭ്രൂമധ്യത്തിൽ തിളങ്ങുന്ന വിചിത്ര നക്ഷത്രമായിക്കൊണ്ട് എന്നെ കണ്ടുകൊണ്ട് ആ പരമചൈതന്യത്തെ ഓർമ്മിച്ച് സങ്കല്പം എന്ന മാധ്യമത്തിലൂടെ ഈശ്വരൻ്റെ ശക്തികളെ, ഊർജത്തെ നമ്മളിലേക്ക് ആവാഹിക്കുന്നതായിരിക്കുന്ന മെത്തേഡാണ് രാജയോഗ മെഡിറ്റേഷൻ.
ഞാൻ നിങ്ങൾക്കിന്ന് 2 മിനിറ്റ് സമയത്തേക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അനുഭവത്തിന് വേണ്ടിയുള്ള കമൻട്രി പറഞ്ഞു തരാം. പക്ഷേ പറയുകയാണ് 2 മിനിറ്റ് മെഡിറ്റേഷൻ ഒരിക്കലും നിങ്ങൾക്ക് പര്യാപ്തമാവുന്നില്ല. ഇന്ന് ഈശ്വര സ്നേഹത്തെ അനുഭവം ചെയ്യാൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. അതുപോലെ ഈശ്വരന് എല്ലാ ഗുണങ്ങളെയും എല്ലാ ശക്തികളെയും നിങ്ങൾ അനുഭവിച്ചുകൊണ്ട് അരമണിക്കൂർ മിനിമം മെഡിറ്റേഷനാണ് ഒരു മനുഷ്യന് അത്യാവശ്യമായിട്ടുള്ള ഘടകം. അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ്സ് എങ്കിലും മെഡിറ്റേഷൻ ചെയ്യുമ്പോഴേ അതിൻ്റെ അനുഭൂതിയിലേക്കെങ്കിലും നമുക്ക് പോകാനായിട്ട് സാധിക്കൂ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇരിക്കാൻ സാധിക്കുമെങ്കിൽ ഏതെങ്കിലും സ്വസ്ഥമായിട്ടുള്ള സ്ഥലത്തിരിക്കുക. ചമ്രം പടിഞ്ഞിരിക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ശ്രദ്ധേനെ സ്വയം നിങ്ങളിലേക്ക് തന്നെ ആകർഷിക്കുക. ശ്രദ്ധയെ ആകർഷിക്കാവൂ, കണ്ണുകളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരരുത്. കണ്ണുകൾ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ തലവേദനയാവും, വേദനയാവും. അതുകൊണ്ട് കണ്ണുകളെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത്, ഒരു പ്രകാശബിന്ദുവിലോ ഒരു ദീപനാളത്തിലോ എന്തിലെങ്കിലും വിളക്ക് വെച്ച് അതിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെങ്കിലോ ഒക്കെ, ഒരു മെഴുതിരി കൊളുത്തി അതിൻ്റെ മുന്നിൽ വെച്ചിരിക്കാൻ പറ്റുമെങ്കിലോ ഒക്കെ, ഒരു ലൈറ്റ് കത്തിച്ച് വെച്ച് അതിൻ്റെ മുന്നിലിരിക്കാൻ പറ്റുമെങ്കിലോ ഒക്കെ, ഏതെങ്കിലും ഒരു പ്രകാശത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ, സ്ഥൂലമായിരിക്കുന്ന നേത്രങ്ങളെ ഏകാഗ്രമാക്കിയാലും സൂക്ഷ്മമായിരിക്കുന്ന നേത്രം ആത്മനേത്രത്തിലൂടെ സ്വയം കാണുക. ഞാൻ ആത്മാ. ഈ ശരീരത്തിൻ്റെ ഭ്രൂമധ്യത്തിൽ അതിസൂക്ഷ്മമായ പ്രകാശ നക്ഷത്രം പോലെ തിളങ്ങുന്ന ആത്മാ. ഞാൻ ആത്മാ സത്യവും ചൈതന്യവുമാകുന്നു. ഞാൻ ആത്മാ സ്നേഹസ്വരൂപമാകുന്നു. സ്നേഹം കല്ലിനെ പോലും ഉരുക്കുന്ന ശക്തിയാണ്. സ്നേഹനക്ഷത്രമായി ഭ്രൂമധ്യത്തിൽ ഞാൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹസാഗരനായ ഭഗവാനെ, ആ പരമ ചൈതന്യമായ പരമാത്മാവിനെ എൻ്റെ സമീപത്തിലേക്ക് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. അകക്കണ്ണുകൊണ്ട് ദിവ്യ നക്ഷത്രമായി പ്രകാശിക്കുന്ന പരംജ്യോതിയായ ഭഗവാനെ ദർശിച്ചാലും സർവശക്തനായ സ്നേഹസാഗരനായ ഭഗവാനിൽ നിന്നും നിസ്വാർത്ഥമായ പവിത്രമായ സ്നേഹം പ്രകാശധാരയായി എന്നിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഈശ്വര സ്നേഹം ഊഷ്മളമായൊരനുഭൂതിയായി ആത്മാവായ എന്നിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ദിവ്യമായ ചൈതന്യം മുഴുവൻ പ്രപഞ്ചത്തിലേക്കും വ്യാപിക്കുകയാണ്. ഓം ശാന്തി.
ശാന്തി ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.